യുദ്ധം കൊടുമ്പിരികൊണ്ട വേളയിലും ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തഫ അലി ഖമനേയി ലോകം കണ്ടിട്ടില്ല. യുദ്ധം തുടങ്ങുന്നതിന് മുൻപും അദ്ദേഹം ഇടയ്ക്ക് മാത്രമാണ് മാധ്യമങ്ങൾ നിറഞ്ഞിട്ടുള്ളത്. പിതാവ് അലി ഖമേനി കൊല്ലപ്പെട്ട ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടതാണ് മകൻ മുജ്തഫയെ. എന്നാൽ മുജ്തഫയെ അധികമാരും കണ്ടിട്ടില്ല. അദ്ദേഹം അതീവ സുരക്ഷയിൽ രഹസ്യ കേന്ദ്രത്തിൽ കഴിയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത ആക്രമണത്തിലാണ് അലി ഖമേനി കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഭാര്യയും കൊച്ചുമകളുമെല്ലാം കൊല്ലപ്പെട്ട ഈ സംഭവത്തിൽ മുജ്തഫയ്ക്ക് സാരമായ പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ. അതിനുശേഷം അദ്ദേഹത്തെ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തെങ്കിലും സൈന്യത്തിലെ ഉന്നതർ ഒഴികെ ഇതുവരെ മറ്റാരും കണ്ടിട്ടില്ല. പിതാവിന്റെ ഖബറടക്ക ചടങ്ങിലും മുജ്തഫ എത്തിയിട്ടില്ല. അടുത്തിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യവസായ സംഘടനയുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. പരമോന്നത നേതാവ് മുജ്തഫയുമായി 2.5 മണിക്കൂർ ചർച്ച നടത്തിയെന്ന് ഈ യോഗത്തിൽ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയായിരുന്നില്ല എന്നാണ് ഇറാന്റെ ഇന്റർനാഷണൽ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രസിഡന്റും പരമോന്നത നേതാവും തമ്മിലുള്ള കൂടിക്കാഴ്ച മിനിറ്റുകൾ മാത്രമായിരുന്നു. പെസഷ്കിയാൻ പലതവണ ആവശ്യപ്പെട്ടപ്പോഴാണ് കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയത്. രാജിവെക്കുമെന്ന് ഭീഷണി മുഴക്കിയപ്പോഴാണ് അനുമതി കിട്ടിയത്. പരമോന്നത നേതാവിന്റെ വസതിയിൽ വെച്ചായിരുന്നില്ല കൂടിക്കാഴ്ച. അജ്ഞാത സ്ഥലത്തേക്ക് പ്രസിഡന്റിനെ കൊണ്ടുപോകുകയായിരുന്നു എന്നിങ്ങനെയാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ. പെസഷ്കിയാന്റെ സുരക്ഷാ വിഭാഗം രഹസ്യ കേന്ദ്രത്തിൽ അദ്ദേഹത്തെ എത്തിക്കുകയായിരുന്നു. പിന്നീട് ഒരു കാറിൽ കയറ്റി കൊണ്ടുപോയി. ചായമടിച്ച കാറിലായിരുന്നു യാത്ര. മുജ്തഫ കാറിന് അകത്തുണ്ടായിരുന്നു. പരസ്പരം കാണാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു കാറിന്റെ അകം. പ്രസിഡന്റ് ശബ്ദം മാത്രമാണ് കേട്ടത്. കൈ കൊടുക്കാൻ പോലും അനുവദിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ സംഭവത്തിൽ താൻ അപമാനിക്കപ്പെട്ടു എന്ന വികാരമായിരുന്നുവത്രേ പെസഷ്കിയാന്. കാറിലുണ്ടായിരുന്ന വ്യക്തി രാജ്യത്തിന്റെ പരമോന്നത നേതാവായിരുന്നു എന്ന കാര്യത്തിലും അദ്ദേഹത്തിന് സംശയമുണ്ടായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാൻ ഭരണകൂടത്തിനെതിരായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനമാണ് ഇറാൻ ഇന്റർനാഷണൽ. ലണ്ടൻ കേന്ദ്രമായിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയതെങ്കിലും പിന്നീട് അമേരിക്കയിലേക്ക് മാറി. ഇറാൻ ഭരണകൂടത്തെ എതിർക്കുന്ന ഒരു സംഘമാണ് സ്ഥാപനത്തിന് പിന്നിലെന്നും വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ റിപ്പോർട്ടിലെ മറ്റൊരു ശ്രദ്ധേയമായ അവകാശവാദം പ്രസിഡന്റിന്റെ നിരന്തരമായ അഭ്യർത്ഥനകൾക്കും രാജ്യഭീഷണികൾക്കും ശേഷമാണ് ഈ കൂടിക്കാഴ്ച അനുവദിക്കപ്പെട്ടത് എന്നാണ്. സാധാരണയായി പരമോന്നത നേതാവിന്റെ ഔദ്യോഗിക വസതിയിലാണ് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടക്കാറുള്ളത്. എന്നാൽ ഇത്തവണ രഹസ്യ കേന്ദ്രം തിരഞ്ഞെടുത്തതും അതീവ സുരക്ഷാ ക്രമീകരണങ്ങളും പരസ്പരം വ്യക്തമായി കാണാൻ പോലും അനുവദിക്കാത്ത സാഹചര്യവുമാണ് നിരവധി സംശയങ്ങൾക്ക് ഇടയാക്കിയത്. ഇറാനിലെ പരമോന്നത നേതാവിന്റെ സ്ഥാനം രാജ്യത്തിന്റെ ഏറ്റവും ശക്തമായ ഭരണഘടനാപരമായ അധികാരമാണ്. പ്രസിഡന്റിനേക്കാൾ വലിയ അധികാരമുള്ള ഈ പദവി സൈന്യം, നീതിന്യായ വ്യവസ്ഥ, സുരക്ഷാ സംവിധാനങ്ങൾ, വിദേശ നയം തുടങ്ങിയ നിർണായക മേഖലകളിലെല്ലാം നിർണായക സ്വാധീനം ചെലുത്തുന്നു. അതുകൊണ്ട് തന്നെ പരമോന്നത നേതാവിനെ കുറിച്ചുള്ള ഏത് അഭ്യൂഹവും ആഭ്യന്തര രാഷ്ട്രീയത്തെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ഒരുപോലെ ബാധിക്കാറുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം മുജ്തഫ ചുമതലയേറ്റതിനു ശേഷം കഴിഞ്ഞ 5 മാസത്തിനിടെ അദ്ദേഹത്തിന്റെ ഒരു ഔദ്യോഗിക വീഡിയോയോ ഓഡിയോ സന്ദേശമോ പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടില്ല. ഈ അസാധാരണ നിശബ്ദതയാണ് വിവിധ തരത്തിലുള്ള ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.